ത്രിയേക ദൈവത്തിന് സ്തുതി. എത്രയും സ്നേഹം നിറഞ്ഞ ശാലേം പ്രേക്ഷകരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ വാഴ്വ്. ഇന്നത്തെ പ്രത്യേക ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിൽ കൂടിയും കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാനായിട്ട് എങ്ങനെ സാധിക്കും? ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ആത്മരക്ഷയുള്ളൂ. ലോകത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുവാനാണ് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു കാര്യം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോവേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ പകർച്ചവ്യാധികളും കഷ്ടതകളും ലോകത്ത് കടന്നു വന്നപ്പോൾ പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു: വിലപിപ്പിൻ, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിൻ. എന്നിട്ട് ദൈവശബ്ദം പ്രവാചകനും കേൾക്കുന്നുണ്ട്. ബലിപീഠങ്ങൾ ശൂന്യമാകും, ആരാധനകൾ നിന്നു പോകും എന്നൊക്കെയും BC കാലയളവിൽ ക്രിസ്തുവിന് മുമ്പ് തന്നെ യോവേൽ പ്രവാചകനിൽ കൂടി പറഞ്ഞതായ ശബ്ദം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഇന്നും നമുക്ക് ശ്രവിക്കാൻ സാധിക്കും. ഒരു പക്ഷേയെങ്കിൽ അക്കാലത്ത് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇന്ന് നമുക്ക് നേരിട്ട് ഇതുപോലെയുള്ള ഒരു സാഹചര്യം വന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ഈ ലോകത്ത് പിടിവിട്ടു. അത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് മാരകവും മരുന്നുകളില്ലാത്തതുമായ ഒരു വൈറസാണ് എന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ലോക അവസാനത്തെക്കുറിച്ചുള്ളതായ അടയാളങ്ങൾ വേദപുസ്തകം കർത്താവിൻ്റെ വചനം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായ കാലയളവാണ്. മനുഷ്യൻ ദൈവത്തെ വിട്ട് ലോകത്തിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കൈവിട്ട് നീന്തി നിരയില്ലാത്ത കയത്തിലേക്ക് പോകുന്ന ഒരു ലോകസ്ഥിതിയും ആത്മീയസ്ഥിതിയും കടന്നുകൂടിയതായ ചുറ്റുപാടിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എന്താണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്? ഒരുപാട് കാര്യങ്ങളില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. അത് പിശാചിൻ്റെ ആക്രമണമാണ്. പിശാചിൻ്റെ ആക്രമണം പല രീതിയിൽ കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംഘർഷത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും വിത്തുകൾ പാകാൻ പറ്റുന്ന ഇടങ്ങൾ പിശാച് കണ്ടെത്തിക്കൊണ്ട് അതെല്ലാം പാകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കൊറോണ വൈറസിൽ കൂടി പിശാച് ലോകത്തിന് ഇന്ന് പുതിയൊരു സന്ദേശം കൊടുത്തിരിക്കുന്നത്. ആ സന്ദേശം ഞെട്ടിക്കുന്നതാണ്. രാജാക്കന്മാരുടെ പുസ്തകമൊക്കെയും ശമൂവേലിൻ്റെ പുസ്തകങ്ങളൊക്കെയും പരിശോധിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയും ഉണ്ടാകുമ്പോൾ ദൈവാലയത്തിലേക്ക് കടന്നു വരികയും കൈയുയർത്തുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ഒരു പഠനമാണ് വേദപുസ്തക ചിന്തകളും ദൈവത്തിൻ്റെ വചനങ്ങളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവാലയം എപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു ആശ്രയമാണ്. 84-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും: കുരികിൽ ഒരു കൂടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടും കണ്ടെത്തി. യഹോവയായ ദൈവമേ, നിൻ്റെ ബലിപീഠത്തിനരികിൽ തന്നെ. ബലിപീഠത്തിനരികിൽ എന്തുണ്ട്? ബലിപീഠത്തിനരികിൽ ആ പക്ഷികൾക്ക് സുരക്ഷിതത്വമുണ്ട്. അതാണ് ആ കൂടിനരികിൽ, ബലിപീഠത്തിനരികിൽ സുരക്ഷിതത്വമുണ്ട്. ബലിപീഠത്തിനരികിൽ ദൈവമാണുള്ളത്. ബലിപീഠത്തിനരികിൽ എന്താണുള്ളത്? നിങ്ങളിങ്ങനെ ചൊല്ലുന്നുണ്ട്: കൃപേന്മാരുടെ തേരതുപോലെ സ്ഥിരമീ ബദ്ബഹ, സ്വർഗത്തിൻ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. അപ്പോൾ ഈ സ്വർഗീയ സേനകൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സ്വർഗീയ സേനകൾ നമുക്ക് പരിരക്ഷയായുണ്ട് എങ്കിൽ ആ പക്ഷികൾ ചിന്തിക്കുന്നു, പള്ളിയകത്ത് ബലിപീഠത്തിനരികിൽ തങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ട് എന്നുള്ള കാരണത്താൽ അവർ മറ്റ് കാര്യങ്ങളൊക്കെയും വകവയ്ക്കാതെ പള്ളിയകത്ത് വന്ന് കൂട്ടി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് പള്ളിയകത്ത് സുരക്ഷിതത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പള്ളിയകത്ത് സുരക്ഷിതത്വം എത്രമാത്രം? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ശലോമോൻ ദൈവാലയം പണി തീർത്തു കഴിഞ്ഞപ്പോൾ ദൈവാലയത്തിനകത്ത് വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇങ്ങനെയാണ്: വെട്ടുകിളി വരുമ്പോൾ, ക്ഷാമം വരുമ്പോൾ
പകർച്ചവ്യാധി വരുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും മനുഷ്യൻ്റെ ജീവിതത്തിന് നിലനിൽപ്പിന് തന്നെ തടസ്സമായുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ദൈവമേ, അവർ പള്ളിയകത്ത് വന്ന് ഈ ദൈവാലയത്തിൽ വന്ന് കൈ ഉയർത്തി നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ നീ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ശ്രദ്ധ വെച്ച് കേൾക്കുകയും അവർക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചു. കല്ലും മണ്ണും കൊണ്ട് പണിതിട്ടുള്ളതായ ദൈവാലയം അത് മറ്റെന്തെങ്കിലും ഒരു ഭവനമല്ല, മറിച്ച് ദൈവം പാർക്കുന്ന ആലയമാണ്. ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, ദൈവം സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധ വെച്ച് കേട്ടു. ശലോമോനോട് പറഞ്ഞു, എൻ്റെ കണ്ണും ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞതായ ദൈവത്തിൻ്റെ ഭവനമാണ് പള്ളി എന്ന് പറയുന്നത്. ദൈവം പാർക്കുന്ന ഇടമാണ് പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് പള്ളിയകത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവമേ എന്ന് വിചാരിച്ചുകൊണ്ട് ബഹുദിമ്പൂർവ്വം ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എൻ്റെ നേർച്ചകളെ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിയായൊരു മനുഷ്യന് ഈ 2020 കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം അപകടകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. യോവേൽ പ്രവചനത്തിൻ്റെ നിഷേധാത്മകമായ മറ്റൊരു വശമാണ് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന് ദേവാലയങ്ങളിൽ കൂടി ലോക സമൂഹം കൊടുക്കുന്ന മറ്റൊരു സന്ദേശം എന്താണ്? ദേവാലയങ്ങളൊക്കെയും അടച്ചിടണം, ദേവാലയങ്ങളിലൊക്കെയും അടച്ചിടണം. മീൻ മേടിക്കാൻ പോയി നിൽക്കുന്നതിന് പ്രശ്നമില്ല, ഇറച്ചി മേടിക്കാൻ പോയി നിൽക്കുന്നതിന് പ്രശ്നമില്ല, കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ പോയി നിൽക്കുന്നതിന് പ്രശ്നമില്ല. പള്ളിയകത്ത് അകലം പാലിച്ച് നിൽക്കുന്നതിനാണ് പ്രശ്നം. കോവിഡ് പകരും, COVID-19 പകരും. പള്ളിയകം അടയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സന്ദേശം? എന്താണ്? നിനക്കുണ്ടാകുന്ന ഒരു കാര്യത്തിനും ദൈവാശ്രയം പരിഹാരമല്ല എന്ന സന്ദേശമല്ലേ ഇതിൽ കൂടി ലോകത്തിന് കൊടുക്കുന്നതായ സന്ദേശം? ഇത് ആരുടെ സന്ദേശമാണ്? ഇത് പിശാചിൻ്റെ സന്ദേശമല്ലേ? കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. മർത്തശ്മുനി അമ്മയും 7 മക്കളും അവരുടെ ഗുരുവായിരിക്കുന്ന ഏലയാസാറും എന്താണ് പറഞ്ഞത്? അവരെ ഓരോരുത്തരെയും കൊല്ലുവാനായിട്ട് അന്ത്യോക്കസ് പിടിച്ച് നിരനിരയായി നിർത്തി കൊല്ലുവാൻ ഒരുങ്ങുമ്പോൾ അമ്മയോട് പറഞ്ഞു, മർത്തശ്മുനി അമ്മയോട് പറഞ്ഞു, നിനക്ക് രക്ഷപ്പെടാം, നീ കൽപ്പന പാലിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ദൈവത്തെ നിന്ദിച്ചുകൊണ്ട് നിൻ്റെ കൽപ്പന ഞങ്ങൾ പാലിക്കുകയില്ല എന്ന് പറഞ്ഞതായ അമ്മ ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഞങ്ങൾ ആരാധിച്ചു വന്ന ദൈവത്തിന് ഞങ്ങളെ നിൻ്റെ പീഡയിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ നിൻ്റെ കൽപ്പനകൾ പാലിക്കുകയില്ല. ഞങ്ങൾ പഠിച്ചു പോന്ന കർത്താവിൻ്റെ ന്യായപ്രമാണമല്ലാതെ ഞങ്ങൾ ലോകത്തിൻ്റെ കൽപ്പന പാലിക്കുകയില്ല എന്ന് പറഞ്ഞ മർത്തശ്മുനി അമ്മയുടെ വിശ്വാസ തീക്ഷ്ണത എത്ര വലുതായിരുന്നു! ലോകത്തിൻ്റെ വിശ്വാസം, ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, ലോകത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി മാത്രം നാം വെമ്പൽ കൊണ്ട് ഓടുന്നതായ ഈ പശ്ചാത്തലത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം COVID-19 എന്താണ് ലോകത്തിന് കൊടുക്കുന്നത്? പള്ളിയും ദൈവാലയങ്ങളും ആരാധനാലയങ്ങളും ഒന്നും പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്ന ചിന്ത ലോകത്തിന് ഈ കാലം പങ്കുവെക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം വേലി പൊളിച്ച് ഏദൻ തോട്ടത്തിലേക്ക് കടന്നു വന്നതായ ആഗിൽ കറുസ ഇന്ന് ദേവാലയത്തിന് അകത്ത് തകർക്കാൻ നോക്കുന്നു. ദൈവാലയത്തിന് അകത്തെ ആരാധന അന്തരീക്ഷം തകർക്കാൻ നോക്കുന്നു. കോവിഡിനെ കൊണ്ട് ലോകത്തിലെ വിശ്വാസികളെ മുഴുവൻ തകർക്കാൻ നോക്കുന്നു. ആരാധന ബന്ധങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ സമൂഹത്തെ മാറ്റിക്കളഞ്ഞതായ ഒരു കാലഘട്ടം. പിശാചിൻ്റെ തേർവാഴ്ചയുടെ അതിപ്രസരത്തിൻ്റെ കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? മർത്തശ്മുനി അമ്മ പറഞ്ഞതായ വിശ്വാസം നിനക്കുണ്ടോ? അമ്മ എന്തു പറഞ്ഞു? അമ്മ പറഞ്ഞത്, ഞങ്ങളെ നിൻ്റെ പീഡയിൽ ദൈവത്തിനെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിലും നിൻ്റെ കൽപ്പന, ദൈവനാമത്തെ നിന്ദിച്ചുകൊണ്ട് നിൻ്റെ കൽപ്പന ഞങ്ങൾ പാലിക്കുകയില്ല എന്ന് പറഞ്ഞതായ വിശ്വാസം ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. വാത്സല്യമുള്ളവരെ, നമ്മുടെ ഭവനം, പള്ളിയകത്ത് വരാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഭവനം ആരാധന അന്തരീക്ഷമായി, ആരാധന മുഖരിതമായി മാറ്റണം. പ്രാർത്ഥനയുള്ള ഭവനമായി മാറ്റണം. കൂടുതൽ പ്രാർത്ഥനയിലേക്ക് അടുത്തു വരണം. യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരണം. നമ്മെ തന്നെ ശോധന ചെയ്യണം, നമ്മെ തന്നെ ശുദ്ധീകരിക്കണം, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന അന്വേഷണ ബുദ്ധിയുള്ള മനസ്സിന് ഉടമകളായി നാം തീരണം. ഈ സന്ദർഭത്തിൽ നമുക്കെന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സുരക്ഷിതത്വം ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നു. പക്ഷികൾ, മറ്റ് ചിന്തകളില്ലാത്ത, അതായത് തിരിച്ചറിവില്ലാത്തതായ, വിവേകമില്ലാത്തതായ എന്ന് നാം വിശേഷിപ്പിക്കുന്ന പക്ഷികൾ സുരക്ഷിതത്വം കണ്ടെത്തുന്നുവെങ്കിൽ നമുക്ക് കർത്താവിനെ അന്വേഷിച്ച്, കർത്താവിൻ്റെ അടുത്ത് സുരക്ഷിതത്വം ഉണ്ട് എന്ന ബോധ്യം അന്വേഷിച്ച് കർത്താവിൻ്റെ പുറകെ പോകുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ്
എൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ളതായ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അനന്തരം അവൻ്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് യേശു തമ്പുരാനെ വിളിപ്പാൻ ആളയിച്ചു. പുരുഷാരം അവന് ചുറ്റുമായി ഇരുന്നു. ഐക്യപ്പെട്ടവർ അവനോട്, നിൻ്റെ മാതാവും സഹോദരന്മാരും ഇതാ പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് മാതാവാര്, എനിക്ക് സഹോദരന്മാരുമാര്. പിന്നെ തൻ്റെ അടുക്കൽ ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സഹോദരന്മാരാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സഹോദരന്മാരാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണ്? ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നാം എത്തുമ്പോൾ നമ്മളുടെ ജീവിതം പരിശോധിക്കപ്പെടണം. നമ്മളുടെ ജീവിതം അന്വേഷണ ബുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നിലനിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുമ്പോൾ നമുക്ക് നിരാശയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുള്ളപ്പോൾ നമുക്ക് തോറ്റുമാറേണ്ടതായ സാഹചര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യവും ദൈവവചനവും ദൈവികമായ കാഴ്ചപ്പാടുകളും നഷ്ടപ്പെടുമ്പോൾ നാം നിരാശരായിത്തീരുന്നു. ജീവിതം തന്നെ മടുത്തു പോകുന്നതായ കാര്യങ്ങളുണ്ടാകുന്നു. ആകയാൽ ഇവിടെ കർത്താവ് എന്തു പറയുന്നു? ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സഹോദരന്മാരാണ്. ഏതർത്ഥത്തിൽ? അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ചില നവീകരണക്കാർ ഈ ഭാഗത്തെ തെറ്റായി പറയാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതെൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ? ഇതെൻ്റെ അമ്മ എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ? ദൈവത്തിൻ്റെ വചനം ജഡമെടുക്കുവാനായിട്ട് തന്നെ ഉപേക്ഷിച്ച് തൻ്റെ ചിന്തകൾ മുഴുവനും ത്യജിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ തന്നെക്കുറിച്ചുള്ളതായ പദ്ധതി തിരിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തെക്കുറിച്ച് പൂർണ്ണമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവമാതാവ് തീരുമാനമെടുത്തു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. തീരുമാനത്തിന് മുമ്പിൽ ഉറച്ചു നിൽക്കുന്ന മാതാവ്. കർത്താവ് അവരോട് പറയുകയാണ്, എൻ്റെ അമ്മ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് തന്നെ സമർപ്പിച്ച ഈ ഭാഗ്യവതിയായിരിക്കുന്ന മറിയാം എൻ്റെ അമ്മയായിത്തീരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുക വഴിയായിട്ടാണ് എൻ്റെ അമ്മയായിത്തീരുന്നത്. ഇവരെൻ്റെ സഹോദരന്മാരായിത്തീരുന്നത് ഏതർത്ഥത്തിലാണ്? യാക്കോബ് യോസയെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ആദ്യ ഭാര്യയിലെ മക്കളാണ്. പാരമ്പര്യത്വം കാണാൻ സാധിക്കും. ആദ്യ ഭാര്യയിലെ മക്കളായിരിക്കുന്ന യാക്കോബ് യോസെ എൻ്റെ ആയിത്തീർന്നത് ഏതർത്ഥത്തിലാണ്? ദൈവത്തിൻ്റെ ഹിതം യൗസേപ്പിൽ കൂടിയും മറിയാമിൽ കൂടിയും നിറവേറ്റുവാനായിട്ട് പ്രായപൂർത്തിയായിരുന്നതായ യാക്കോബ് യോസെ തുടങ്ങിയതായ ആളുകൾക്ക് യൗസേപ്പിൻ്റെ നിശ്ചയിക്കപ്പെട്ടതായ മറിയാമിൻ്റെയും തീരുമാനത്തോട്, സഭയുടെ തീരുമാനത്തോട്, ദൈവാലയത്തിലെ പുരോഹിതന്മാരുടെ തീരുമാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തോട് സഹകരിക്കുവാൻ യൗസേപ്പിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കൾ തയ്യാറായി ആ തീരുമാനത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ തീരുമാനത്തോട് ഇവർ സഹകരിച്ചതിനാൽ, ദൈവത്തിൻ്റെ തീരുമാനത്തോട് സഹകരിച്ചതുകൊണ്ട് മാത്രം ഇവരെൻ്റെ സഹോദരന്മാരായിത്തീരുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കും കഴിയും. എങ്ങനെ? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നിങ്ങളെ തന്നെ പൂർണ്ണമായി നിങ്ങൾ സമർപ്പിക്കുന്നതായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കും കഴിയും. എന്താകാൻ കഴിയും? അമ്മയും സഹോദരനുമാകാൻ സാധിക്കും. നമുക്ക് സാധിക്കുമോ? വാസ്തവത്തിൽ ഇന്ന് ലോകത്തേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് കഴിയാത്തതായ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് പോലെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മിക ജീവിതമെന്ന് പറയുന്നത്, നോമ്പെന്ന് പറയുന്നത്, ഉപവാസമെന്ന് പറയുന്നത്. ഇന്ന് വാസ്തവത്തിൽ ഈ അമ്മ എന്താണ് ചെയ്തത്? ഈ അമ്മ തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് യേശു തമ്പുരാനെ അന്വേഷിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ ചൊല്ലുന്നതായ ഒരു സ്വർഗീയമായ അനുഭവമാണ് അമ്മയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. ആ യേശുവിൻ്റെ പുറകെ എന്തുണ്ട്? സുരക്ഷിതത്വമുണ്ട്. യേശുവിൻ്റെ പുറകെ എന്തുണ്ട്? സംരക്ഷണമുണ്ട്. യേശുവിൻ്റെ പുറകെ ജീവിച്ചെങ്കിൽ മാത്രമാണ് തൻ്റെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റപ്പെടുകയുള്ളൂ എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന അമ്മ യേശു തമ്പുരാന് ജനനം കൊടുക്കുക മാത്രമല്ല, യേശു തമ്പുരാൻ്റെ കൂടെ എപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. കാനായിലെ കല്യാണ വീട് തുടങ്ങി, കഫർനാ ഭൂമിയിലെ ഭവനം തുടങ്ങി,
ഓരോരോ സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ അമ്മയും കുടുംബവും യേശുവിനെ പിൻപറ്റിക്കൊണ്ട് നടക്കുന്നതായി കാണാൻ സാധിക്കും. ഒടുവിൽ നമുക്ക് കുരിശിൻ്റെ അടുത്ത് നമുക്ക് അമ്മയെ കാണാൻ സാധിക്കും. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ നാം പരിശോധിക്കുമ്പോൾ 120 പേരോടുകൂടി സഹീയോൻ മാളികയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അമ്മയായ മറിയാമിനോട് കൂടിയാണ് ആ 120 പേരും അവിടെ ഒരുമിച്ച് കൂടിയിരുന്നത്. വാങ്ങിപ്പ് പെരുന്നാൾ കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. 8 നോമ്പിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ ഈ നാളുകളിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ പുത്രനെ, ദൈവമായിരിക്കുന്ന പുത്രനെ തൻ്റെ കരങ്ങളിലെടുത്ത് വളർത്തിയതായ പുത്രനെ എപ്പോഴും പിൻപറ്റിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അമ്മ ദൈവപുത്രനിൽ എപ്പോഴും വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന ബോധ്യത്തിൽ അവനെ വളർത്തുകയും ചെയ്തു. ആ വളർച്ചയിൽ എപ്പോഴും അമ്മ കർത്താവിനോട് കൂടിയായിരുന്നു. അമ്മ യേശുദമ്പുരാനെ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ യേശുദമ്പുരാൻ്റെ ജീവിതത്തിലെ ശൈശവത്തിലെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ചും അമ്മ പരിശോധിക്കപ്പെട്ട ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കടന്നു വരികയാണ്. യേശുവിനെ പിൻപറ്റുന്നതായ ഒരു സമൂഹമായി നമുക്ക് മാറാൻ സാധിക്കണം. യേശുവിനെ പിൻപറ്റുന്നതായ സമൂഹമായെങ്കിൽ, ഒരു വിശ്വാസ കൂട്ടമായെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ അമ്മ യേശുവിനെയും എടുത്തുകൊണ്ട് യോസേപ്പും ഒരുമിച്ച് യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ പോകുന്നതായ സമയത്ത് യേശുദമ്പുരാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ദാഹിക്കുന്നു. ഒരപ്പനും അമ്മയ്ക്കും ആ ഒരു കാര്യം കേൾക്കാനായിട്ട് സഹിക്കാനായിട്ട് പറ്റുകയില്ല. അവരപ്പോൾ തന്നെ അമ്മ യോസേപ്പിനോട് പറഞ്ഞു, മോന് ദാഹിക്കുന്നു, യേശുവിന് ദാഹിക്കുന്നു, ഇച്ചിരി വെള്ളം കിട്ടാനായിട്ട് നീ ഓടിപ്പോകണം എന്ന് പറഞ്ഞു. തൊട്ടടുത്തുള്ള കടകളിലൊക്കെ ചെന്നപ്പോൾ ആട്ടി ഓടിക്കപ്പെട്ടു. അന്നത്തെ പരീശരും സാധൂക്യരും ഒക്കെ ഉള്ളതായ കാലയളവിൽ പരസ്പരം ബന്ധങ്ങളില്ലാത്ത ചുറ്റുപാടുകളിൽ കൂടി ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെയും അവർക്ക് ശ്രമകരമായിരുന്നു. യോസേപ്പ് പാത്രവുമായി ചെന്നെങ്കിലും ആരും വെള്ളം കൊടുത്തില്ല. നിരാശയോടുകൂടി അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, വെള്ളം കിട്ടിയില്ല. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് യേശു കരഞ്ഞു കാണുമായിരിക്കും. ബാല്യമായിരിക്കുന്ന കാലം യേശു കരഞ്ഞു കാണുമായിരിക്കും. അങ്ങനെ യേശുദമ്പുരാൻ എൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ ഒന്നും കൂടെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ സമയത്ത് ഈ കുഞ്ഞിനെ താഴേക്ക് ഇറക്കിയാക്കി. ഈ കുഞ്ഞ് മുട്ടുകുത്തി അവിടെയൊക്കെ നടന്നു. കൊച്ചുകുട്ടികളെ പോലെ സാധാരണ നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ മണ്ണിൽ കളിച്ചതുപോലെ യേശുദമ്പുരാനും മണ്ണിൽ കളിക്കാൻ തുടങ്ങി. മണ്ണിൽ ചെറിയ കുഴി കുത്തിയപ്പോൾ അതിൽ നിന്നൊരു നീറുറവ പൊങ്ങി വന്നു. അമ്മ സ്വപ്നമാണെന്ന് വിചാരിച്ചു. ഇത് നോക്കിയപ്പോൾ വെള്ളം സമൃദ്ധിയായിട്ട് അതിൽ നിന്ന് ഒഴുകി വരുന്നു. അമ്മ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലിരുന്നതായ സഞ്ചിയിൽ നിന്ന് പാത്രമെടുത്ത് ആ പാത്രത്തിന് വെള്ളം മുക്കിയെടുത്തു. യേശു കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞ് കുടിച്ച് തൃപ്തനായി. അമ്മ കുടിച്ച് തൃപ്തിയായി. യോസേപ്പ് വെള്ളം കിട്ടാതെ നിലവിളിച്ചുകൊണ്ട് വീണ്ടും വന്നു. അന്നപ്പോൾ മറിയാം പറഞ്ഞു, നീ ദുഃഖിക്കേണ്ട, ഇതാ യേശു ഇവിടെ നിലത്തുനിന്ന് തൊട്ടപ്പോഴേക്കും നീരുറവ പൊങ്ങി വന്നിരിക്കുന്നു. ഈ നീരുറവയിൽ നിന്ന് വെള്ളമെടുത്ത് അവന് കൊടുത്തു. അവൻ തൃപ്തനായി, അവൻ ദാഹം നേറി. നീയും കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് യൗസേപ്പിനും കൊടുത്തു. യൗസേപ്പും കുടിച്ചു. അവരവിടെ നിന്ന് യാത്ര തിരിച്ചു. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ആ നീരുറവിയിലെ ജലം ആ ദേശക്കാർക്ക് കയ്പും അന്യനാട്ടുകാർക്ക് ഔഷധവും മധുരവുമായിരുന്നു എന്ന് എബ്രായ കഥകളിൽ കൂടി വായിച്ചിട്ടുള്ളത് ഞാനിങ്ങനെ ഓർക്കുകയാണ്. വാത്സല്യമുള്ളവരെ, അപ്പോൾ യേശുവിനെ പിൻപറ്റുവാനുള്ളതായ അമ്മയ്ക്ക് ലഭിച്ചതായ പ്രേരണ യൗസേപ്പിൻ്റെ ആദ്യ ഭാര്യയിലെ മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് അമ്മ അവരെ യേശുവിനെ പിൻപറ്റി അവരെ കൊണ്ടു നടക്കുന്നതായ, അമ്മയുടെ സ്ഥാനം വഹിക്കുന്നതായ ഒരു ദൈവിക അനുഭവമാണ് ഈ വീട്ടിൽ കാണാൻ സാധിക്കുന്നത്. യേശുദമ്പുരാൻ അവരെ അടുത്ത് വിളിച്ചിട്ട്, ഇതെൻ്റെ അമ്മയും ഇതെൻ്റെ സഹോദരന്മാരുമാകുന്നു. എന്തർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം അമ്മയിൽ പിറക്കുവാൻ അമ്മ തന്നെ സമർപ്പിച്ചതുപോലെ ഈ സഹോദരന്മാരിൽ യേശുവിൻ്റെ ജനനം ഉണ്ടാകുവാൻ വേണ്ടി അവർ സഹകരിച്ചതിനാൽ അവരെൻ്റെ സഹോദരന്മാർ ഇതെൻ്റെ അമ്മയായി തീർന്നിരിക്കുന്നു. വാത്സല്യമുള്ളവരെ, അന്വേഷണ ബുദ്ധി, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് കൂടെ ചെല്ലുവാനുള്ളതായ ത്യാഗമനോഭാവം അമ്മയുടെ ജീവിതത്തിൽ എക്കാലത്തും എപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും.
ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ജീവിത ക്രിസ്തീയ അനുഭവം, ദൈവ സാന്നിധ്യം കൂടെ ഉള്ളപ്പോൾ പ്രവാചകൻ പറയുന്നു, പിന്നെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും, തളർന്നു പോകാതെ ഓടുകയും ചെയ്യും. ഇസ്രായേൽ ജനത്തിൻ്റെ ക്ഷീണകാലത്ത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് മുന്നോട്ട് പോകുവാനുള്ളതായ പ്രചോദനം പ്രവാചകൻ അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവമുള്ളതായ കുടുംബം, ദൈവമുള്ളതായ ജീവിത ചുറ്റുപാടുകൾ ഒക്കെയും നമ്മെ നിരാശയിൽ നിന്ന് ആശയിലേക്കും കഷ്ടതയിൽ നിന്ന് നല്ലതായ ചിന്തകളിലേക്കും നമ്മെ നയിക്കുമെന്ന് ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇപ്രകാരം പറയുന്നു, എൻ്റെ അമ്മയാര്, എൻ്റെ സഹോദരന്മാരുമാര്. കർത്താവ് പറയുന്നു, ഇതാ എൻ്റെ അമ്മയും ഇതാ എൻ്റെ സഹോദരന്മാരും. ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശയും നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷയും എപ്പോഴും ഉണ്ടാകണം. ലോകത്ത് പല മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന് ഞാൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിത പശ്ചാത്തലം എനിക്ക് ഉറപ്പ് തരുന്നുണ്ടോ എന്ന ആത്മപരിശോധന നമുക്ക് ആവശ്യമായിരിക്കുന്നു. വാക്കുകൾ ഞാനിവിടെ ഉപസ്മരിക്കുന്നു. 1 മിനിറ്റ് സമയം നമുക്ക് ധ്യാനിക്കാം. കാരണവനായ ദൈവം തമ്പുരാനെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ശിരസ്സുകളെ കുനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ബാഹ്യമായിരിക്കുന്ന കണ്ണുകളെ ഞങ്ങൾ അടയ്ക്കുന്നു. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഞങ്ങൾ തുറക്കുന്നു. സ്വർഗത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ കരങ്ങളെ ഞങ്ങൾ ഉയർത്തുന്നു. കാരുണ്യവാനായ ദൈവമേ, അമ്മ യാക്കോബ്, യോസേ തുടങ്ങിയവരെ കൂട്ടിക്കൊണ്ട് യേശുവിനെ പിൻപറ്റുവാനായിട്ട് വെമ്പൽ പൂണ്ട് തൻ്റെ പുറകെ നടന്നതുപോലെ ഒരു ഭവനത്തിൽ വെച്ച് യേശുവിൻ നിന്നെ കണ്ടെത്തുകയും നിന്നെ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നമുക്ക് ദൈവത്തെ കാണുവാൻ ആഗ്രഹമുണ്ടോ? കുരികിൽ ഒരു കൂട്, മീവൽ പക്ഷിത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടും കണ്ടെത്തിയ സ്ഥലം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആലയത്തിൽ അവർക്ക് സുരക്ഷിതത്വമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ ദൈവത്തെ കണ്ടുവാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. വിവേകമില്ലാത്തതായ പക്ഷികൾ അപ്രകാരമുള്ളതായ ഒരു അന്തരീക്ഷത്തെ തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്തിൻ്റെ ഛായ വഹിക്കുന്ന മനുഷ്യ, നിനക്ക് ദൈവാലയത്തിനകത്ത് സുരക്ഷിതത്വമുണ്ടോ? നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം, ദൈവാലയത്തിനകത്താണ് ദൈവം പാർക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ പിതാവിൻ്റെ ഭവനം എന്ന ദൈവാലയത്തെക്കുറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ നമ്മുടെ രക്ഷകനായ കർത്താവ് പറഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തെ ആ ക്രിസ്തീയമായിരിക്കുന്ന അനുഭവത്തിലേക്ക്, ക്രിസ്തുവിനെടുത്തതായ അനുഭവത്തിലേക്ക് നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മെ തന്നെ ആ കർത്താവിൻ്റെ അടുത്ത് അമ്മ എത്തിയതുപോലെ നമുക്ക് എത്തിച്ചേരാം. നമ്മെ തന്നെ കർത്താവിൻ്റെ അടുത്ത് നമുക്ക് എത്തിക്കാം. നാം പുറപ്പെട്ടു വന്ന ഭവനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടുള്ളവരെ നമുക്ക് കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കാം. രോഗികളായിട്ടുള്ളവരുണ്ട്, പഠിക്കുന്നവരുണ്ട്, പല രീതിയിൽ പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ടുള്ള എല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ അടുത്ത് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പുതുക്കം പ്രാപിച്ച അനുഭവത്തിലേക്ക്, ദൈവമുള്ള അനുഭവത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് നാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Maria.